ഫിൻജാൽ വീശിപ്പോയി. തമിഴ്നാടിന് പിന്നാലെ കേരളത്തിലും ജാഗ്രത. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കണക്കിലെടുത്ത് 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കണ്ണൂർ, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. മലയോര മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകളും തുറന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ, ഏത് രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? എത്രത്തോളം തയ്യാറെടുപ്പിലാണ്? അശ്വതി, നേരത്തെ തന്നെ അതിതീവ്ര മഴ പെയ്യുമ്പോൾ ഇത്തരം മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മുൻ അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം മറ്റ് ഇടങ്ങളിലും കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട്ട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മഴ അത്ര കനത്ത രീതിയിൽ പെയ്യുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി പലയിടങ്ങളിലും ഏതാണ്ട് 1 മണിക്കൂറോളം മഴ പെയ്തിരുന്നു. പക്ഷെ ഒരു അതിശക്ത മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ കുറച്ച് അധികം മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷെ ഒരു അപകടകരമായ രീതിയിലേക്ക് ഇവിടുത്തെ മഴയൊന്നും മാറിയിട്ടില്ല എന്നത് തന്നെയാണ് കൃത്യമായ വിവരം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചാറ്റൽ മഴ ഈ കോഴിക്കോട് ജില്ലയിലെ നഗരമേഖലകളിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ഈ മലയോര മേഖലകളിലും കാര്യമായ രീതിയിലേക്ക് മഴ കനത്തിട്ടില്ല. വയനാട് ജില്ലയിലും അത്ര പേമാരി എന്ന രീതിയിൽ മഴ പെയ്യുന്നില്ല എന്ന വിവരങ്ങൾ തന്നെയാണുള്ളത്. വയനാട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിനെതിരെ ചില വികാരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉയരുന്നുവെങ്കിലും അതിശക്തമായ ഒരു മഴയിലേക്ക് മാറാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ അവധി ഇനിയും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് നമുക്ക് കളക്ടറോട് ബന്ധപ്പെട്ട വൃത്തങ്ങളിലും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഈ പ്രവചനങ്ങൾ ഉള്ള സാഹചര്യത്തിൽ അതിശക്തമായ മഴ ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാവുമോ എന്നൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ സ്ഥിതിഗതികൾ നീണ്ടുന്ന വിധേയമാണ്. ഒരിടത്തും ഈ മഴയുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം ഒരു അതിശക്ത മഴ എന്ന രീതിയിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് വലിയ വേഗതയിൽ പെയ്യുന്ന ഒരു മഴ ഇനിയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മഴ കനക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. ശരി അനീഷ, പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, പത്തനംതിട്ടയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഴ എങ്ങനെയാണ് അവിടെ? വിവരങ്ങൾ. അശ്വതി, പത്തനംതിട്ടയിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും മുതൽ 2 ദിവസം ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ അനുഭവപ്പെട്ടത്. രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇന്ന് ജില്ലയിൽ മഞ്ഞ അലർട്ടാണുള്ളത്. അതേസമയം ശബരിമല തീർത്ഥാടകർക്ക് ഇന്നലെ ജില്ലാ ഭരണകൂടം ഈ മഴയുടെ സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. നദിയിലിറങ്ങുന്നതിന് നിരോധനമുണ്ട്. കാനനയാത്രയിൽ കൂടി ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ, ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കാനനയാത്രയിൽ ഉള്ള യാത്രയ്ക്കും നിരോധനമുണ്ട്. ഈ പുഴയിലെ പമ്പാ നദിയിൽ ഇറങ്ങി കുളിക്കുന്നതിനൊക്കെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ മലയോര മേഖലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദിയിലെ ജലനിരപ്പിലും ജലാശയങ്ങളുടെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് നദിയിൽ ഇറങ്ങുന്നത് അപകടകരമാവും എന്ന ഒരു കാരണം കൊണ്ടാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. രാത്രികാല യാത്രകൾ, അതായത് വനമേഖലയിലുള്ള യാത്രകൾക്കും നിരോധനം ജില്ലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ അലർട്ടാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലുണ്ട്. ഒരു കൺട്രോൾ റൂമും കാര്യങ്ങളുമൊക്കെ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവില്ല. പക്ഷേ മഴയുടെ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നദികളുടെ ജലനിരപ്പൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഉരുൾപൊട്ടുള്ള മേഖലയാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാഹനയാത്രയും അതുപോലെ തന്നെ വനമേഖലയിലുള്ള യാത്രയ്ക്കൊക്കെ ഒരു നിരോധനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇല്ല. ഒരു മുൻകരുതലാണ് മെയിനായിട്ടുള്ള പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ശബരിമല തീർത്ഥാടകരെ ഇളവുണ്ടെങ്കിലും അവർ ഈ ശബരിമല തീർത്ഥാടകരുടെ യാത്രകൾക്കും ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴയ്ക്ക് രാവിലെ നേരിയ ശമനമുണ്ട്. വരും മണിക്കൂറിൽ ഒരു പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ജില്ലയിൽ പരക്കെ ഉള്ളത്. വരും മണിക്കൂറിൽ ചിലപ്പോൾ ഒരു പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെ നൽകിയിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ മഞ്ഞ അലർട്ടാണുള്ളത്. എല്ലാ ക്രമീണ അഥവാ അത്തരത്തിലൊരു മഴ പെയ്യും വലിയ ആശങ്കപ്പെട്ട സാഹചര്യങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ തന്നെ അതെല്ലാം
നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അശ്വതി. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. പ്രിൻസ്, ഇടുക്കിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ? കഴിഞ്ഞ രാത്രി ഇടുക്കിയിൽ ശക്തമായ മഴയായിരുന്നു പെയ്യുന്നെങ്കിലും ഇപ്പോൾ നേരിയ ശമനമുണ്ട്. വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ശക്തമായ മൂടൽമഞ്ഞിന്റെ സാഹചര്യം കൂടി പ്രത്യേകിച്ചും ഹൈ റേഞ്ച് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലുണ്ട്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ ശക്തമായ മഴയുടെ ഒരു സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകാവുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. അതിന് കൂടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ജില്ലാ ഭരണകൂടം വിവിധ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ശബരിമല തീർത്ഥാടകരടക്കം ജില്ലയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കുമ്മളി, കമ്പംമെട്ട തുടങ്ങിയ മലയോര പാതകളിൽ കൂടി നിരവധി തീർത്ഥാടകർ ഇപ്പോൾ ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വിവിധ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരങ്ങളിലോ പെയ്ത അത്ര ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നില്ല. എങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. അശ്വതി. ശരി പ്രിൻസ്, എന്തായാലും ഫിൻജാലിന്റെ പശ്ചാത്തലത്തിൽ കേരളം അതീവ ജാഗ്രതയിലാണ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്.